प्यारे बच्चों, सबको नया हिंदी क्लास में स्वागत. ഓക്കെ മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മൾ ബ്ലാക്ക് സിനിമയിൽ പഠിച്ച ഫിൽമി സമീക്ഷ. അപ്പൊ ആ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ചോദ്യം വരും. ഫിൽമി സമീക്ഷ എങ്ങനെയാ ചോദ്യം വരുന്നത്? ആപ്കെ मनपसंद किसी एक സിനിമ का അല്ലെങ്കിൽ ആപ്കെ मनपसंद किसी ഫിൽമി സമീക്ഷ തയ്യാർ കീജിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് ഫിലിമി സമീക്ഷ തയ്യാറാക്കാനാണ്. സമീക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിരൂപണം തയ്യാറാക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയെ കുറിച്ചാണ്. ഒന്ന് നമ്മൾ ബ്ലാക്ക് സിനിമയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, എല്ലാവരും അത് എഴുതിക്കൊള്ളണമെന്നില്ല, അതും വേണമെങ്കിൽ എഴുതാം. നമ്മൾ മറ്റൊന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമീർ ഖാൻ നായകനായിട്ടുള്ള ഒരു സിനിമയാണ്. താരേ ജമീൻ പർ എന്നാണ്, ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്നാണ്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം. ഒരു വിദ്യാർത്ഥി ഒരു വീട്ടിൽ വളരുന്ന സമയത്ത് ആ വിദ്യാർത്ഥി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് ഒക്കെ വല്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ട് റൂളുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ കുട്ടിക്ക് ഒരു പക്ഷേ അക്ഷരങ്ങൾ പഠിക്കാൻ പ്രയാസമുണ്ടാവുകയും മറ്റു കാര്യങ്ങൾ അപാരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും പാരന്റ്സ് അതൊന്നും കാണാതെ, അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് എല്ലാ കുട്ടികളുടെയും കഴിവുകൾ ഒരുപോലെയല്ല, ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളത്. പക്ഷെ എല്ലാവരെയും ഒരേ രീതിയിൽ അക്ഷരം പഠിപ്പിച്ച് മാത്രം ഒതുങ്ങി നിർത്തുന്ന സിസ്റ്റം നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയിലെ വ്യത്യസ്തമായ അപാരമായ കഴിവുകളെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഉള്ള സന്ദേശം നൽകുന്ന ഒരു പാഠമാണ്, ഒരു സിനിമയാണ് നമുക്ക് താരേ ജമീൻ പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സിനിമയെ കുറിച്ചുള്ള നിരൂപണമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, 8 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, നിർബന്ധമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 8 മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിൽമി സമീക്ഷ. കിസി ഏക് मनपसंद ഫിൽമി കി സമീക്ഷ ലിഖിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ ഫിൽമി സമീക്ഷ, സിനിമാ നിരൂപണം തയ്യാറാക്കാനാണ് 8 മാർക്കിനാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നോക്ക്, താരേ ജമീൻ പർ ഫിൽമി സമീക്ഷ. താരേ ജമീൻ പർ എന്ന് പറഞ്ഞ സിനിമയുടെ സിനിമാ നിരൂപണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നോക്കൂ മക്കളെ, ശ്രദ്ധിച്ചു നോക്കൂ. बच्चे ओस की बूंद की तरह एकदम शुद्ध और पवित्र होता है. കുട്ടികൾ ബച്ചെ ഓസ് കി ബൂന്തോ കി തരക്, മഞ്ഞുതുള്ളികൾ പോലെ, ഏകദം ഏറ്റവും ശുദ്ധവും और പവിത്ര होते. കുട്ടികൾ മഞ്ഞുതുള്ളികൾ പോലെ ഏറ്റവും പരിശുദ്ധവും പവിത്രവുമാണ്. വേ കൽക്കെ നാഗരികെ, അവർ നാളത്തെ പൗരന്മാരാണ്. ലേക്കിൻ ദുഃഖ കി ബാത്ത് ഹെ, പക്ഷെ ഒരു ദുഃഖകരമായ കാര്യമുണ്ട്. കി എന്തെന്നാൽ ബച്ചോങ്കോ, ഈ വളർന്നു വരുന്ന കുട്ടികളെ, ബച്ചോങ്കോ അനുശാസൻ കെ നാം പർ, അച്ചടക്കത്തിന്റെ പേരിൽ തമാം ബന്ദിയോമേ രേനാപ്പെടുത്താഹേ, നിരന്തരമായി അവർക്ക് ബന്ധനങ്ങളിൽ നിൽക്കേണ്ടി വരുന്നു. കുട്ടികൾക്ക് നിരന്തരമായി അച്ചടക്കം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അച്ചടക്കത്തിൽ നിർബന്ധമാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, 8 വർഷീയ ഇഷാൻ, നമ്മളെ ഈ സിനിമയിലെ ഒരു പയ്യനുണ്ട്, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഇഷാൻ. അതാരാണ്? ദർശീൽ സഫാരി എന്ന് പറഞ്ഞ പയ്യനാണ് നായകനായിട്ട് കുട്ടിയായിട്ട് അഭിനയിക്കുന്നത്. ദർശീൽ സഫാരി ക മൻ പടായിക്ക് വജായി, അവന് പഠനത്തിന്റെ പകരം, വജായി എന്ന് പറഞ്ഞാൽ പകരം, പഠനത്തിന് പകരം കുത്തവും, പട്ടികളെ കുറിച്ചും മച്ചിലിയും മീനുകളെ കുറിച്ചും അവർ പെയിന്റിംഗ് മേലെക്ത, പെയിന്റിങ്ങളെ, അവൻ മീനുകളെ കാണുമ്പോൾ നോക്കി നിൽക്കും, പട്ടികളെ കാണുമ്പോൾ നോക്കിക്കും, പെയിന്റിങ്ങുകളും പലതരം കളറുകളെ കുറിച്ച് നോക്കിക്കും, പെയിന്റ് ചെയ്യുന്നത് കാണുമ്പോൾ നോക്കിക്കും. ഇങ്ങനെയാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി, എത്ര ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ വളരെയധികം ശ്രദ്ധിക്കുന്നു. പക്ഷെ അക്ഷരം പഠിക്കാൻ പറയുന്ന സമയത്ത് എത്ര പറഞ്ഞാലും അവനത് പഠിക്കാൻ കഴിയുന്നുമില്ല. ഉസ്കെ മാതാപിതാ ചാത്തെ, അവന്റെ അപ്പനെ അമ്മയെ ആഗ്രഹിക്കുന്നത് എന്താണ്? കി എന്തെന്നാൽ അപ്പനി പഠായി പർ ധ്യാൻ ദേ, അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കരുത്, പഠനത്തിൽ മാത്രം, പുസ്തക പുഴയായി പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് അച്ഛനെ അമ്മയെ ആഗ്രഹം. ലേക്കിൻ കോയി നതീജ നഹി നിക്കൽത്ത, പക്ഷെ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. എന്തെല്ലാം പറഞ്ഞിട്ടും ഇഷാൻ ഘർ പർ മാതാപിതാക്കി ഠാണ്ട് കാത്തായി, ഇഷാൻ വീട്ടിൽ നിന്ന് മാതാപിതാക്കി അപ്പന്റെയും അമ്മയുടെയും ഠാണ്ട് കാത്താഹേ, ചീത്ത വഴക്കുകൾ സഹിക്കേണ്ടി വരുന്നു. और സ്കൂൾ മേ ശിക്ഷകവും കി, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർ, ഒന്നിനും പറ്റാത്തവർ, പഠിക്കാത്തവർ വല്ലാതെ ശല്യം ചെയ്യും. കുട്ടികളുടെ മുൻപിൽ വെച്ചിട്ട് അധ്യാപകർ എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളും. കോയി ബി യേ ജാനേ കോ കോശിഷ് നഹി കർത്ത, പക്ഷേ ആരും ഇത് മനസ്സിലാക്കാൻ തയ്യാറാക്കുന്നില്ല. ഇഷാൻ പഠായി പർ ധ്യാൻ ക്യോ നഹി ദേ രഹാ ഹൈ, അക്ഷരങ്ങളും മറ്റു കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവൻ അതിൽ ശ്രദ്ധ വരാത്തതെന്നും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് സ്കൂളിൽ ഒറ്റ അധ്യാപകരും മാതാവും പിതാവും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഇസ്കെ വജായി, ഇതിന്റെ ഭാഗമായി വേ ഈശാൻകോ ബോർഡിംഗ് സ്കൂൾ മേ ഭേജ് ദേത്തെ, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ബോർഡിംഗ് സ്കൂളിൽ അയച്ചിട്ട് അവിടെ നിന്നിട്ട് പഠനവും താമസവും ഒക്കെ ഒരു സ്ഥലത്താക്കണമെന്ന് പാരന്റ്സ് തീരുമാനിച്ചു. അങ്ങനെ അവനെ ബോർഡിംഗ് സ്കൂളിലേക്ക് അങ്ങോട്ട് അയക്കുന്നു.
കിൽകിലാത്ത ഇഷാൻ എപ്പോഴും പൊട്ടിത്തെറിച്ച് ഓടിയും ചാടിയും അമർഞ്ഞും തിരിഞ്ഞും പൊട്ടിത്തിരിച്ചും കളിച്ചുകൊണ്ടിരുന്ന ഇഷാൻ എന്ത് ചെയ്തു? വഹാൻ ജാക്കർ മുർച്ച ജാത്തയെ ബോർഡിംഗ് സ്കൂളിൽ ചെന്നപ്പം അവൻ അവിടെ ഒരു ജയില് പോലെയാണ് ഫീൽ ചെയ്തത്. അവനെ പക്ഷികളെ നോക്കാനും തെരുവിലെ പട്ടികളെ നോക്കാനും മത്സ്യങ്ങളെ നോക്കാനും ഒന്നും അവന് പറ്റാണ്ടായി. അവൻ എന്ത് ചെയ്തു? അവനൊരു ജയിലിലാകപ്പെട്ട പോലെ അവൻ വല്ലാതെ ഗ്ലൂമി ആയിപ്പോയി അല്ലെ. മുർച്ച ജാത്തയെ വാടിപ്പോകുന്നു. ഹമേഷ സഹമ ഓർ ഉദാസ് രഹനെ ലഗ്താ ഹൈ, എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടും ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഉസ് പർ നിഗാഹ് ജാത്തി ഹൈ, അങ്ങനെ വരുമ്പോഴാണ് അവനിലേക്ക് ശ്രദ്ധ വരുന്നത്. ആർട്ട് ടീച്ചർ ആയില്ല രാംശങ്കർ നികുംബ്, ഒരു ആർട്ട് ടീച്ചർ ഉണ്ട് ആ സ്കൂളിൽ. അദ്ദേഹം അക്ഷരം കലാപരി മറ്റു ആർട്ടാണല്ലോ പഠിപ്പിക്കുന്നത് അല്ലെ. അമീർ ഖാൻ ആണത്. ഓക്കെ. നികുംബ് ഉസ്കി ഉദാസി കാ പതാ ലഗാത്ത ഹൈ, അതായത് രാംശങ്കർ നികുംബ് എന്ന് പറയുന്ന അധ്യാപകൻ, അതായത് ആ അധ്യാപകൻ സിനിമയിൽ അഭിനയിക്കുന്നത് അമീർ ഖാൻ ആണ്. ഓക്കെ, അധ്യാപകനായിട്ട്. നികുംബ് ഉസ്കി ഉദാസി കാ പതാ ലഗ്താ ഹൈ, അദ്ദേഹം പോയിട്ട് ആ കുട്ടി എടുത്തു, എന്താ മോനെ വിഷമം, എന്താണ് പ്രയാസങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവന്റെ കുട്ടിയുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നിട്ട് അവന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കുന്നു. ഓർ ഉനെ പതാ ചൽത്താ ഹൈ, അവന് മനസ്സിലാക്കാൻ പറ്റുന്നു, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാൽ ഇഷാൻ ബോത്ത് പ്രതിഭാശാലി ഹൈ, ഇഷാൻ അപാരമായ കഴിവുള്ള, ഈ സ്കൂളിലെ ഏറ്റവും അപാരമായ കഴിവുള്ള കുട്ടിയാണെന്ന്. ലേക്കിൻ പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. ഡിസ്ലെക്സിയ കി ബീമാരി സേ വോ പീഡിതകെ, ഡിസ്ലെക്സിയ എന്ന് പറയുന്ന രോഗം കൊണ്ട് അവൻ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സസൂക്ഷ്മ അക്ഷരങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ ആ കുട്ടിക്ക് സാധ്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഉസേ അക്ഷരോങ്കോ പഠനമേ തക്ലീഫ് ഹോത്തി, അതുകൊണ്ട് അവൻ അക്ഷരങ്ങൾ പഠിക്കാൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പനെ പ്യാർ ഓർ ദുലാർ സേ, നമ്മുടെ നികുംബ് എന്ന അധ്യാപകൻ അപ്പനെ പ്യാർ ഓർ ദുലാർ സേ, തന്റെ സ്നേഹവും പരിലാളനയും കൊണ്ട് ഇഷാൻ കെ അന്തർ, ഇഷാന്റെ അകത്ത് ചിപ്പി ഒളിഞ്ഞു കിടക്കുന്ന പ്രതിഭാക്കോ സബ്കെ സാമ്യലാകത്തെ, കഴിവുകളെ മുഴുവൻ മറ്റുള്ളവരുടെ മുൻപിൽ, രക്ഷകർത്താക്കളുടെയും ഇവന്റെ രക്ഷിതാവിന്റെയും അധ്യാപകരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ ഇവന്റെ മറ്റെല്ലാ കഴിവുകളും, അവന്റെ വരയ്ക്കാനുള്ള പാടാനുള്ള മറ്റെല്ലാ കഴിവുകളെയും തുറന്നു കാണിക്കുന്നു, അവതരിപ്പിക്കാൻ പറ്റുന്നു. അതായത് നികും എന്ന നമ്മളെ അമീർ ഖാൻ എന്ന് പറയുന്ന അധ്യാപകൻ. ഓക്കെ. കഹാനി സരൾ ഹേ, ഇതാണ് ഇതിന്റെ കഥ വളരെ സരളമാണ്. ജിസെ അമീർ ഖാനെ, അതിനെ അമീർ ഖാൻ ബേഹദ് പ്രതിഭാശാലി, അപാരമായ പ്രതിഭാശാലി, അഭിനയ കഴിവുകൊണ്ട്, തരീക്കേസ് രീതി കൊണ്ട്, പർദ്ദേപ്പർ ഉദാർത്ഥയെ, അപാരമായ അഭിനയ കഴിവ് കൊണ്ട് അദ്ദേഹം അത് വെള്ളിത്തിരയിലേക്ക് എത്തിക്കുന്നു. പടുക്കതാക്കി ബുനാവട്ട്, ഇതിന്റെ തിരക്കഥയാകട്ടെ അതിന്റെ ശൈലികൾ ഏകദം ചുസ്തുകെ, ഏറ്റവും മനോഹരമായിട്ടാണ് തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ചോട്ടെ ഭാവാത്മക ദൃശ്യ രഖ്യകെ, വളരെ മനോഹരമായ ഭാവാത്മകമായ ദൃശ്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണാം. ജോ സീതേ ദിൽ കോ ചൂജാത്തെ, അത് ഡയറക്റ്റ് നമ്മുടെ ഹൃദയത്തിനെ ടച്ച് ചെയ്യുന്നതാണ്. ഇഷാൻ കി സ്കൂൾ സേ ബാക്കർ, അതിൽ ഏതൊക്കെ രംഗങ്ങൾ, ഉദാഹരണമായിട്ട് ഇഷാൻ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഓടിയിട്ട്, ആ അധ്യാപന സഹായത്തോടെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഓടിയിട്ട്, ബാക്കർ സടക്കവും per ഘൂമന, റോഡിലൂടെ അലയുക, താജാ ഹവാമേ സാസ് ലേന, തണുത്ത വായു ശ്വസിക്കുക, ബിൽഡിംഗ് കേക്ക് കളർ കോ ദേഖ്തേ രഹന, ബിൽഡിങ്ങിന്റെ പലതരം കളറുകളെ നോക്കി അത്ഭുതപ്പെടുക, ഫുട്പാത്ത് पर रहने वाले बच्चों की, ഫുട്പാത്തിലൂടെ നടക്കുന്ന കുട്ടികളുടെ ആസാദീസെ ഖേൽത്തെ ദേക്കർ, അവരെ ഫ്രീഡത്തോടു കൂടി കളിക്കുന്നത് കണ്ടപ്പോ ഉദാസോന, അവന് മൂഡ് ഓഫ് ആകുക, അവനങ്ങനെ കളിക്കാൻ അവസരം കിട്ടുന്നില്ലല്ലോ, അതേ ഇവൻ ബോർഡിംഗ് സ്കൂളിലല്ലേ പഠിക്കുന്നത്. ബർഫ് കാ ലഡു ഖാന, ഏറ്റവും തണുപ്പുള്ള ലഡു കഴിക്കുക. ജയ്സെ ദൃശ്യമൊക്കെ ദേക്ക്, അങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്, കുട്ടിയുടെ ആ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് സിനിമ കാണാൻ പോകുന്ന നമ്മളെപ്പോലെ മുതിർന്ന ആളുകൾക്ക് പോലും, കൈ ലോകമൊക്കെ ഒരുപാട് ആളുകൾക്ക് ബച്പൻ കി യാദ്, കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ താജാ ഹോ ജായകി, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. സബി ബച്ചോം കാ ദിമാഗ്, എല്ലാ കുട്ടികളുടെ ദിമാഗ്, ബുദ്ധി, ഔർ സീഖനേക്ക് ക്ഷമത, പഠിക്കാനുള്ള കഴിവും ഏക് സി നഹി ഹോത്തി, ഒരുപോലെ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാ കുട്ടികളെയും ഒരേ ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെയും ഒരേ സിസ്റ്റത്തിലൂടെ അധ്യാപനം പഠിപ്പിക്കാൻ വാശി പിടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളെല്ലാവരും ഒരുപോലെയല്ല, പഠിക്കുന്ന സ്റ്റൈലും ഒരുപോലെയല്ല. ഫിലിം ദേഖ്തേ സമയം, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹർ ദർശക്, എല്ലാ ദർശക് കാഴ്ചക്കാരും ഈസ് ബാത്ത് കോ മഹസൂസ് കർത്താ ഹൈ, ഈ സന്ദേശത്തെ കൃത്യമായി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഓക്കെ. ഇഷാൻ കി ഭൂമികാമേ ദർശീൽ സഫാരി ഇസ് ഫിലിം കി ജാൻ ഹേ, ഇഷാൻ അഭിനയ രംഗത്ത് ഇഷാൻ കി ഭൂമികാമേ, ഇഷാന്റെ റോളിൽ വന്നിട്ട് ദർശീൽ സഫാരി ഇസ് ഫിലിം കി ജാൻ ഹേ, ദർശീൽ സഫാരി ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ ജീവനായി മാറുന്നുണ്ട് അവൻ, ദർശീൽ സഫാരി എന്ന പയ്യൻ. അമീർ ഖാൻ മധ്യാന്തർമയാത്തെ, അമീർ ഖാൻ ആകട്ടെ സിനിമയുടെ ഹാഫ് ടൈമിന് ശേഷമാണ് വരുന്നത്. ഓർ ഛാ ജാത്തെ, പിന്നെ പുള്ളി അങ്ങോട്ട് നിറയുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സിനിമയുടെ ആദ്യ ഭാഗം കുട്ടി അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങളാണ് നമ്മൾ ആദ്യം വരുന്നത്, ആദ്യ ഭാഗം കാണുന്നത്. പിന്നീട് അവനെ ബോർഡിങ്ങിൽ അയക്കുന്നതോടുകൂടി പുതിയ അധ്യാപകൻ വന്നിട്ട് അവന്റെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കുന്നതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്.
പിന്നെയോ ടിക്സ ചോപ്ര, ഇഷാൻ കി മമ്മി. ടിക്സ ചോപ്രയാണ് ഇഷാന്റെ മമ്മിയായിട്ട് അഭിനയിക്കുന്നത്. ഏക് മാം കി ബേചൈനി പേഷ് കിയാ. ഒരു അമ്മയുടെ അസ്വസ്ഥതകൾ മുഴുവൻ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഒരു അമ്മയെ സംബന്ധിച്ചോളം മറ്റു കുട്ടികളെ പോലെ എന്റെ കുട്ടി എന്താ പഠിക്കാത്തെന്നുള്ളതിന് വല്ലാത്ത അസ്വസ്ഥതകൾ നമുക്ക് അവരിൽ നിന്ന് കാണാൻ പറ്റുന്നു. പിന്നെ വിപിൻ ശർമ്മ, അവന്റെ വിപിൻ ശർമ്മയായിട്ട് പിന്നെ വിപിൻ ശർമ്മ എന്ന നടൻ എന്ത് ചെയ്യുന്നു, ഇഷാൻ കെ പപ്പയാണ്. അദ്ദേഹം സജേദ് എഞ്ചിനീയർ ഹെ, ഏറ്റവും പ്രസിദ്ധനായ എഞ്ചിനീയർ ആണ്. ഓർ സാരെ അധ്യാപകവും അഭിനയ ബി അച്ഛാ ഹെ. കൂടാതെ മറ്റ് അധ്യാപകരും അധ്യാപകർ വളരെ മനോഹരമായിട്ടാണ് ഈ കുട്ടി പഠിക്കാത്തതിന്റെ പേരിൽ ദേഷ്യം പിടിക്കുകയും വാശി പിടിക്കുകയും പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന അധ്യാപകരുടെ അഭിനയമൊക്കെ വളരെ മനോഹരമായിട്ട്, പക്ഷെ അവരൊന്നും കാര്യം അറിയാതെയാണ് ചെയ്യുന്നത്, പക്ഷേ മനോഹരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. പ്രസൂൺ ജോഷി ദ്വാര ലിഖേ ഗീത്, പ്രസൂൺ ജോഷിയാണ് ഇതിൽ സംഗീതം എഴുതിയിരിക്കുന്നത്. ബോത്ത് കുച്ച് കാത്തെ ഹെ, ആ സിനിമയിലൂടെ ആ പാട്ടിലൂടെ അദ്ദേഹം ഒരുപാട് മെസ്സേജ് നൽകുന്നുണ്ട്. ഓർ പർദേ പർ ഉൻകോ ദേഖ്തേ സമയം, അതെല്ലാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് പ്രഭാവ് ഓർ ബഡ് ജാത്ത ഹെ, സ്വാധീനം നമുക്ക് സിനിമയെ കുറിച്ച് വല്ലാതെ വർദ്ധിക്കുന്നു. പിന്നെ ശങ്കർ ആസാൻ ലായ് കാ സംഗീത് ബി അച്ഛാ ഹെ, ശങ്കർ ആസാൻ ലായ് ആണ് സംഗീത് ബി അച്ഛാ ഹെ, അദ്ദേഹം ഈ പാട്ടുകൾക്കൊക്കെ സംഗീതം കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഫിल्म की ഫോട്ടോഗ്രാഫി ബോത്ത് പ്രഭാവശാലിയെ, സിനിമയുടെ ഫോട്ടോഗ്രാഫി വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതാണ് നമുക്ക് ഈ സിനിമയെ കുറിച്ചുള്ള സമീക്ഷ. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താരേ ജമീൻ പർ എന്ന സിനിമ ഒന്ന് കാണുക. ആ കണ്ടതിന് ശേഷം നമുക്ക് മനോഹരമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഉദാഹരണത്തിന് ഒരു ഫിൽമി സമീക്ഷ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി ഒന്ന് തന്നുള്ളൂ. നിങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ചുരുങ്ങുന്നുണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ ഈ രീതിയിലെ ഘടനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എഴുതുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ.